പ്രതിരോധകങ്ങളുടെ ക്രമീകരണത്തെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത് നിശ്ചിത മൂല്യമുള്ള റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ വ്യത്യസ്ത മൂല്യം പ്രതിരോധം എങ്ങനെയാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനാവുക. അതായത് കുറെ വ്യത്യസ്ത മൂല്യമുള്ള റെസിസ്റ്ററുകൾ ഉണ്ട് അല്ലെ, അവ ഉപയോഗിച്ച് നമുക്ക് എന്താക്കണം, നമുക്ക് ആവശ്യമായ പ്രതിരോധം എന്താണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ പ്രതിരോധകങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കും. അതാണ് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം എന്ന ഈ ഒരു ഭാഗത്തിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രേണി രീതി, സമാന്തര രീതി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ രീതികളിലൊക്കെ നമുക്ക് പ്രതിരോധകങ്ങളെ ക്രമീകരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ എന്ന് പറയാം ഇംഗ്ലീഷിൽ, അതിനെ ക്രമീകരിക്കാം. ഇവിടെ നോക്കിക്കോളൂ, രണ്ട് ഡയഗ്രം ഉണ്ടല്ലോ, രണ്ട് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്, 3 വോൾട്ട് ബാറ്ററി, പിന്നെ സ്വിച്ചുകൾ, 3 വോൾട്ട് ബൾബുകൾ, അതായത് 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നിവ ഉപയോഗിച്ച് ഈ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 3W 3 വാട്ട്, അതിന്റെ പവർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് 3 വോൾട്ട് വി, W എന്ന വാട്ട്, അതിന്റെ പവർ, ബൾബിന്റെ പവർ. ഓക്കെ, അതൊന്നും നിങ്ങൾ തൽക്കാലം നോക്കണമെന്നില്ല. തൽക്കാലം ഈ സർക്യൂട്ട് നിങ്ങൾ കണ്ടോ. ഓക്കെ, ഇവിടെ ബൾബ് എന്താണ്, ഈ ഒരു രീതി ശ്രേണിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലെ, ശ്രേണി രീതിയിൽ ഒന്നിന് പിറകിൽ ഒന്നായിട്ട്. ഇവിടെയോ, ഇവിടെ സമാന്തര രീതിയിലാണ്. കണ്ടോ, ഇതാ ഇങ്ങനെയുണ്ട്. ഇതിന് സമാന്തരമായിട്ട് ഇതാ മറ്റൊരു ബൾബും കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. 2 സ്വിച്ചുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ സർക്യൂട്ട് നിങ്ങൾ കണ്ടു. ഇനി അടിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. 2 സർക്യൂട്ടുകളിലെയും S1 S2 ഓൺ ആക്കുക. ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചത്? 2 സർക്യൂട്ടിലെയും ഈ 2 സ്വിച്ചുകൾ ഓൺ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ കണ്ടോ, ഈ 2 സ്വിച്ചുകളും ഓൺ ചെയ്താൽ, ഓക്കെ, 2 സർക്യൂട്ടിലും ഓൺ ചെയ്താൽ ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ സർക്യൂട്ടിലെ ബൾബുകളായിരിക്കും തീവ്രതയോടെ പ്രകാശിക്കുന്നത് ഇതിനേക്കാൾ. ഓക്കെ, ഇതിനെ അപേക്ഷിച്ച് ഇതിന്റെ ഈ സമാന്തര രീതിയിലുള്ള ബൾബുകളായിരിക്കും കൂടുതൽ തീവ്രമായിട്ട് പ്രകാശിക്കുന്നത്, കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്നത്. അപ്പൊ എന്ത് പറയാം, സർക്യൂട്ട് രണ്ടാമത്തത്, അല്ലെങ്കിൽ ബി, സർക്യൂട്ട് ബി എന്ന് പറയാം. ഓക്കെ, 2 സർക്യൂട്ടുകളിലെയും S1 എന്ന സ്വിച്ച് മാത്രം ഓൺ ചെയ്യുക. നിരീക്ഷണം എന്ത്? 2 സർക്യൂട്ടുകളിലെയും, ഓക്കെ, ഇത് ആദ്യം പറഞ്ഞ കേസ്. ഇനി എന്താണ്, ഇനി അതല്ല പറയുന്നത്, 2 സർക്യൂട്ടുകളിലെയും S1 എന്ന സ്വിച്ച് മാത്രം ഓൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ഇതിൽ S1 ഓൺ ചെയ്തു, ഇതിലെയും S1 ഓൺ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഇവിടെ ബൾബുകളൊന്നും പ്രകാശിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സർക്യൂട്ട് ഉണ്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല. കണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ബൾബുകളൊന്നും പ്രകാശിക്കില്ല. പക്ഷെ അതേസമയം ഈ രണ്ടാമത്തെ സർക്യൂട്ടിൽ S1 എന്ന സ്വിച്ച് ഓൺ ചെയ്താൽ അവിടെ എന്താകും, ഈ ബൾബ് പ്രകാശിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. കണ്ടോ, അപ്പൊ ആ ഒരു ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, എന്താണ്, രണ്ടാമത്തെ സർക്യൂട്ടിലെ ഈ S1 എന്ന സ്വിച്ചിനടുത്തുള്ള ഈ ബൾബ് പ്രകാശിക്കുന്നു എന്ന് എഴുതി വെക്കാം. അതാണ് നിരീക്ഷണം. ഓക്കെ, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കാം. 2 സർക്യൂട്ടുകളിലെയും എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്താൽ ചിത്രം ബിയിലെ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലെ ബൾബുകൾ താരതമ്യേന കൂടുതൽ ശോഭയോടെ, കൂടുതൽ എന്താണ്, തീവ്രതയോടെ പ്രകാശിക്കുന്നതായി കാണാം. അതിന് കാരണം എന്ത്? കണ്ടോ, ബൾബുകൾക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലും കറന്റിലുമുള്ള വ്യത്യാസമാണ് പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനുമുള്ള കാരണം. ഓക്കെ, ഇവിടെ കണ്ടോളൂ, ഇവിടെ 2 ബൾബുകൾക്കും ഈ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം അതേപോലെ ലഭിക്കുന്നുണ്ടോ. ഇതിന് ലഭിക്കുന്നില്ലേ 3 വോൾട്ട്? കണ്ടോ, ഇത് 3 വോൾട്ടുമായിട്ടാണല്ലോ ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ബൾബിനാണെങ്കിലോ ഇതിന്റെ ടെർമിനലുകളും 3 വോൾട്ടുമായിട്ട് ഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഇത് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നു. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഓരോ ഭാഗത്ത് നമ്മൾ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കൂടുതൽ പറയും. അപ്പൊ എന്താണ് പറഞ്ഞില്ല, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലും കറന്റിലുമുള്ള വ്യത്യാസമാണ് പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനുള്ള കാരണം. ആദ്യത്തെ ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ ബൾബുകൾ ക്രമീകരിക്കുന്നതാണ് ശ്രേണി രീതി, അല്ലെ, ഒന്നിനു പിറകിൽ ഒന്നായിട്ട് ക്രമീകരിക്കുന്നത്. പിന്നെയോ ബി, അതായത് രണ്ടാമത്തെ ചിത്രത്തിലേതുപോലുള്ള ക്രമീകരിക്കുന്നതാണ് സമാന്തര രീതി. ഓക്കെ, ശ്രേണി രീതിയിലോ സമാന്തര രീതിയിലോ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിലെ പ്രതിരോധത്തിന് വ്യത്യാസം വരുന്നുണ്ട്. ബൾബുകൾക്ക് പകരം പ്രതിരോധകങ്ങൾ ഘടിപ്പിച്ച സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ശ്രേണി രീതിയുടെയും സമാന്തര രീതിയുടെയും കൂടുതൽ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ബൾബുകളായിരുന്നു ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? നമുക്ക് പ്രത്യേകിച്ച് കണ്ട് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, പക്ഷെ
നമുക്ക് എന്താക്കാം, പ്രതിരോധങ്ങൾ ഉപയോഗിച്ച് ഇതേ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സഫല പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയ ഒന്നിലധികം പ്രതിരോധങ്ങളുടെ ഫലം ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധകത്തിന്റെ പ്രതിരോധമാണ് സഫല പ്രതിരോധം. അതായത് കുറെ പ്രതിരോധങ്ങൾ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ സർക്യൂട്ടിൽ ആകെ ഉണ്ടാകുന്ന പ്രതിരോധമാണ് സഫല പ്രതിരോധം എന്ന് പറയാം. ശ്രേണി രീതി, ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. ചിത്രം 7.29 കാണിച്ച ഈ ഒരു ചിത്രത്തിൽ കാണിച്ച 7.29 എന്ന് വായിക്കാം അല്ലെ, 7ാമത്തെ പാഠത്തിലെ 29ാമത്തെ ചിത്രം എന്ന രീതിയിൽ. ഓക്കെ, ഇതിൽ കാണിച്ച സർക്യൂട്ട് നിരീക്ഷിക്കുക. ശ്രേണി രീതിയിൽ ഇവിടെ കണ്ടോ, ഒന്നിന് പിറകിൽ ഒന്നായിട്ട് ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. അതായത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും അല്ലെ, ഒരു 3 വോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതേ പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കില്ല ഈ ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്നത്. പകരം ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇതിനിടയിൽ വിഭജിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഇവിടെ ആകെ ഒരു V പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഉണ്ടായിരുന്നെന്ന് വെച്ചോ. അപ്പൊ ഈ R1 നമുക്ക് എന്താക്കാം, ഒരു V1 പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുന്നുണ്ടെന്ന് പറയാം. R2 ഒരു V2 പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, പക്ഷേ നമുക്കെന്ത് കിട്ടുന്ന വെച്ചാല്, അതായത് V = V1 + V2, ഈ V1ന്റെയും ഈ V2ന്റെയും സം അല്ലെങ്കിൽ അതിന്റെ തുകയായിരിക്കും ഈ ആകെ പ്രതിരോധം. ഓക്കെ, ഓം നിയമം അനുസരിച്ച് V = I × R ആണല്ലേ. V = I × R. ഇവിടെ R എന്നത് സർക്യൂട്ടിലെ സഫല പ്രതിരോധത്തെയാണ് ഉദ്ദേശിക്കുന്നത്. V എന്നത് A, B എന്നീ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അതായത് A എന്ന അഗ്രവും B എന്ന അഗ്രവും ഇവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എന്താണ് ഈ V എന്നത്. ഓക്കെ, ഈ V എന്നത് രണ്ട് പ്രതിരോധങ്ങളുടെയും ഉള്ള കറന്റ് തുല്യമാണ്. നോക്കിക്കോളൂ, ഇതിലെ കൂടി ഒരു I കറന്റ് ഒഴുകുന്നുണ്ടെങ്കിൽ അതേ കറന്റ് തന്നെയല്ലേ ഇതിലെ കൂടി ഒഴുകുന്നത്. അപ്പൊ നമ്മൾ പറയും രണ്ട് പ്രതിരോധങ്ങളിലൂടെയുള്ള കറന്റ് തുല്യമാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു, ഇവിടെ ഒരു V1 ഉണ്ട്, ഇവിടെ ഒരു V2 ഉണ്ട്. ഇതിന്റെ പ്രതിരോധം R1, ഇതിന്റെ R2, ആകെ എന്താണ് V. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം V1 എന്നത് ഓം നിയമം അനുസരിച്ച് അല്ലെ, ഓം നിയമത്തിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്, V = IR ആണ്. V = IR ആണ്. അപ്പോ ഈ V1 എന്നത് I രണ്ടിനും സെയിം തന്നെയാണ്, ഒരേ കറന്റ് ആണല്ലോ. അപ്പൊ V1 = I1 R1 എന്ന് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് I എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ കറന്റ് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ IR1 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. V1 = I × R1. അതേപോലെ നമുക്കറിയാം V2 = I × R2 എന്നും പറയാം അല്ലെ. അതായത് നമുക്ക് പറയാം V = V1 + V2 എന്നാണല്ലോ. ഇതിൽ ഈ V നെ എനിക്ക് എഴുതാം I × R എന്ന് എഴുതാം അല്ലെ. V = I × R, ഓം നിയമത്തിൽ പഠിച്ചത്. ഇവിടെ R എന്ന് വെച്ചാൽ സഫല പ്രതിരോധം. V1 നെ എനിക്ക് മാറ്റി എഴുതാം, ഇവിടെ പറഞ്ഞിട്ടില്ല V1 ഇതാണ്. അപ്പൊ V1 ന് പകരം എനിക്ക് എഴുതാം I × R1. ഈ കാര്യമാണ് കേട്ടോ, ഇതാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും എഴുതുന്നത്. I × R1 എന്ന് എഴുതാം. അതേപോലെ ഈ V2 ന് പകരം എനിക്ക് എഴുതാം I × R2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ. ഇവിടെ I × R എന്ന് നമുക്ക് സിംപ്ലി IR എന്ന് മാത്രം എഴുതാം. ഇവിടെ I എന്നത് എനിക്ക് പൊതുവായിട്ട് എഴുതാം. കണ്ടോ, ഇവിടെ ഒരു I ഉണ്ട്, ഇവിടെ ഒരു I ഉണ്ട്. അപ്പൊ ഞാനിത് പൊതുവെ ഇവിടെ എഴുതി വെച്ചു. എന്നിട്ടോ ഈ ഗുണിക്കണം R1 ഗുണിക്കണം R2 എന്ന് വേണ്ടേ അല്ലെ, അതിനിടയിൽ ഒരു പ്ലസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ എന്താക്കി, ഈ R1 പ്ലസ് ഈ R2 എന്ന് എഴുതി വെച്ചു. ഓക്കെ, അതാണ് I × R1 + R2 എന്ന് എഴുതി വെച്ചു. ഇനി കണ്ടോളൂ, ഇവിടെ ഈ ഇക്വേഷന്റെ LHS, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇടതുഭാഗത്ത് I ഉണ്ട്, വലതുഭാഗത്തും I കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതെന്താക്കാം, ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, R = R1 + R2 എന്ന് എഴുതാം. അതായത് സഫല പ്രതിരോധം എന്ന് വെച്ചാൽ ശ്രേണി രീതിയിൽ ഈ ഓരോ പ്രതിരോധത്തിന്റെയും തുകയ്ക്ക് തുല്യമായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. എന്തുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രേണി രീതിയിലുള്ള കാര്യമാണ് ഇതെന്നും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ അല്ലെ.
എന്താണ് പ്രതിരോധം കൂടുന്നു, ആകെ പ്രതിരോധം കൂടുന്നു. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ പ്രതിരോധകങ്ങളുടെ ആകെ തുകയായിരിക്കും സഫല പ്രതിരോധം. എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ പ്രതിരോധകങ്ങളുടെ ആകെ തുകയായിരിക്കും, എല്ലാം കൂട്ടണം, സഫല പ്രതിരോധം. ഓക്കെ, 6 ഓം പ്രതിരോധമുള്ള എന്താണ് ഒരു പ്രതിരോധം 6 ആണെന്ന് വിചാരിച്ചോളൂ. 6 എന്ന് വെച്ചാൽ 5 ഓമോ 7 ഓമോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ 6 എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു. 6 പ്രതിരോധമുള്ള n പ്രതിരോധങ്ങളെ, n എണ്ണം പ്രതിരോധങ്ങളെ, ഒരു 5 എണ്ണോ 10 എണ്ണോ അങ്ങനെ എന്തെങ്കിലും പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്ന് വെച്ചാൽ n ഗുണിക്കണം r ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 6 എന്നത് ഒരു 5 ഓം ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, n എന്ന് വെച്ചാൽ ഒരു 3 എണ്ണമാണെന്ന് വിചാരിച്ചോ, 3 എണ്ണമാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ 5 ഇതെന്ത് പറയാം, 5 ഓം പ്രതിരോധമുള്ള 3 പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്നത് n ഗുണിക്കണം r, അതായത് 3 ഗുണിക്കണം r എത്രയാണ് 5 അല്ലെ. അപ്പൊ 3 ഗുണിക്കണം 5 15 ഓം ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ ഉയർന്ന പ്രതിരോധം ഉള്ള പ്രതിരോധകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും എന്നാണ്. ആ ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. ഇവിടെ ഉയർന്ന പ്രതിരോധം ഉള്ള പ്രതിരോധകത്തിന്റെ, അതായത് കൂടുതൽ പ്രതിരോധമുള്ള ആ പ്രതിരോധകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നാണ്. നമുക്കറിയാം ഓം നിയമം ഇങ്ങനെ പറയാം. ഓക്കെ, വി ഇങ്ങനെ ഒരു ത്രികോണം വരച്ചിട്ട് വി മുകളിലും ഐയും ആറും താഴെയും എഴുതാം. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ, ഓം നിയമത്തിന്റെ ഇക്വേഷൻ എന്തൊക്കെ രീതിയിൽ എഴുതാം? മുകളിലുള്ള വി ഈസ് ഈക്വൽ ടു അടിയിലുള്ള ഇത് രണ്ടും ഗുണിക്കണം, അതായത് ഐ ആർ. ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി അടിയിലുള്ള ഐ ആണ് കിട്ടേണ്ടതെങ്കിലോ മുകളിലുള്ള വി ഹരിക്കണം ആർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇനി അടിയിലുള്ള ആറാണ് കിട്ടേണ്ടതെങ്കിലോ ആർ ഈസ് ഈക്വൽ ടു മുകളിലുള്ള വി ഹരിക്കണം അടിയിലുള്ള ഐ. ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ത്രികോണം ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുന്നത് നമുക്ക് ഇക്വേഷൻ അറിയുന്നത് എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന ഒരു ഇക്വേഷൻ നമുക്ക് തൽക്കാലം ഇവിടെ പരിഗണിക്കാം. വി ഈക്വൽ ടു ഐ ആർ. ഓക്കെ, ഇവിടെ ശ്രേണി രീതിയിൽ നമ്മൾ പറഞ്ഞു ഐ മാറുന്നില്ല എന്ന് പറഞ്ഞു, കറന്റ് എല്ലാത്തിലും തുല്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കണ്ടോ, ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രകാരമായിരിക്കുന്നതാണ്. അപ്പൊ ഐ മാറുന്നില്ല, ശ്രദ്ധിച്ചോളൂ, ഐ മാറുന്നില്ല. ഈ ആറ് മാറി, ആറ് കൂടി എന്നാ പറഞ്ഞിട്ടുള്ളത്, ഉയർന്ന പ്രതിരോധം 6 കൂടി. നോക്കിക്കോളൂ, അപ്പൊ ഐ മാറുന്നില്ല, 6 കൂടി. അങ്ങനെയാണെങ്കിൽ ഐ ഗുണിക്കണം ആർ എന്നത് ആകെ കൂടുന്നുണ്ടല്ലോ, അതായത് വലതുഭാഗം കൂടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടതുഭാഗത്തുള്ള വിയും കൂടും. അതായത് ഉയർന്ന പ്രതിരോധം ഉണ്ടാകുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസവും ഉയർന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം കൂടുതൽ എന്ന് പറയാം. മനസ്സിലായല്ലോ, കൂടുതൽ എന്ന് പറയാം. ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും? ഇതാണ്, ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും, തുല്യമായിരിക്കും അല്ലെ. എല്ലാം ഒരേപോലെയുള്ള പ്രതിരോധകങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരേപോലെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും എല്ലാത്തിനും അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്നത്, തുല്യം. ഇനി കണ്ടോളൂ, ഒരു ക്വസ്റ്റ്യൻ. 8 ഓം 4 ഓം എന്നീ 2 പ്രതിരോധകങ്ങളും 6 വോൾട്ട് ബാറ്ററിയും തന്നിരിക്കുന്നു. ഇവയെ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കുക. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം വരക്കാം അല്ലെ. ഒരു 8 ഓം ഉണ്ട്, ഒരു 4 ഓം ഉണ്ട്. ഞാൻ ഇതിനെ R1 R2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ച ചിത്രമാണ്. ഈ ചെറിയ വര എന്താണ്? നെഗറ്റീവ് ടെർമിനൽ ആണ് അല്ലെ, പഠിച്ചിട്ടുണ്ട്. വലിയ വരയോ പോസിറ്റീവ് ടെർമിനൽ ആണ് അല്ലെ. കണ്ടോ, പോസിറ്റീവ് വരുമ്പോൾ 2 വരയുണ്ട്. അപ്പൊ 2 വര മേലെ മേലെ വെച്ചാൽ നമുക്ക് വലിയ വര കിട്ടുമെന്ന് ഊഹിക്കാലോ അല്ലെ. അങ്ങനെ ഒരു ട്രിക്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വരക്കാം. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ്. ഓക്കെ, സഫല പ്രതിരോധം കിട്ടുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ശ്രേണി രീതിയിൽ അല്ലെ. എന്താണിത്? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. സഫല പ്രതിരോധം R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. R1 എത്രയാണ്? R1 എത്രയാണ്? R1 എന്നത് 8 ഓം ആണ്. R1 പ്ലസ് R2 എന്ന് വെച്ചാൽ അത് 4 ഓം ആണ്. ഓക്കെ,
അപ്പൊ 8 + 4 ചെയ്താൽ നമുക്ക് കിട്ടും 12. യൂണിറ്റ് എഴുതണം. എന്താണ് യൂണിറ്റ്? ഓം അല്ലേ? അപ്പൊ സഫല പ്രതിരോധം നമുക്ക് കിട്ടി 12 ഓം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സർക്യൂട്ടിലൂടെയുള്ള കറന്റ് എത്രയെന്ന് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കറന്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓം നിയമത്തിൽ നിന്ന് കണ്ടോ, I = V/R അല്ലെ? ഈ ഒരു ഇക്വേഷൻ എടുക്കാം. I = V/R. ഇവിടെ V എന്താണ്? ഇതാ ഇവിടെ കൊടുത്തത്. ആകെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 6 വോൾട്ട്. അപ്പൊ മുകളിൽ 6 എഴുതി. ഡിവൈഡഡ് ബൈ അടിയിൽ R. എന്താണ് ഈ R? സഫല പ്രതിരോധം. ആകെ പ്രതിരോധം എത്രയുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ 12 ഓം. അപ്പൊ അടിയിൽ 12 എഴുതി. 6 ഹരിക്കണം 12 എങ്ങനെ ചെയ്യാം? 6 ഹരിക്കണം 12. ഓക്കെ, 6 ഹരിക്കണം 12 എങ്ങനെ ചെയ്യാം? 6 ഇങ്ങനെ എഴുതാം, പുറത്ത് 12 എഴുതും അല്ലെ? ഈ 6ൽ 12 പോകുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 0 ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 0 ഞാൻ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും അല്ലെ? ഈ 60ൽ 12 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അപ്പൊ 5 എന്ന് എഴുതി. 5 ഗുണിക്കണം 12 വെച്ചാൽ 60 തന്നെയാണ്. അപ്പൊ 60 കുറക്കണം 60, 0 അടിയിൽ എഴുതി. നമുക്ക് എത്ര കിട്ടി? 0.5 എന്ന ഉത്തരമാണ് കിട്ടുന്നത്. 0.5 ആംപിയർ എന്നതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, കറന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ഓം വീതം പ്രതിരോധമുള്ള 10 പ്രതിരോധകങ്ങൾ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര? ഓക്കെ, നമുക്ക് ഇവിടെ കണ്ടോ, ഈ 2 ഓം എന്നത് നമുക്ക് 6 എന്നായിട്ട് എടുക്കാം. 10 പ്രതിരോധകങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ എണ്ണമാണ്, n ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആകെ സഫല പ്രതിരോധം അല്ലെങ്കിൽ സഫല പ്രതിരോധം എങ്ങനെ? ഇവിടെ ഒരു 6 നമ്മൾ ഓൾറെഡി എടുത്തു അല്ലെ? അതുകൊണ്ട് സഫല പ്രതിരോധത്തിന് ഞാൻ എടുക്കുന്നു REFF, അതായത് R എഫക്റ്റീവ് എന്ന് എഴുതുന്നു. ഓക്കെ, = NR. നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. N എത്രയാണ്? 10 ഗുണിക്കണം R എത്രയാണ്? 2 ഓം ഗുണിച്ചാൽ കിട്ടും 20 ഓം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 ഓം പ്രതിരോധമുള്ള, ഇത് നമുക്ക് 6 ആയിട്ട് എടുക്കാം. 6 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ, അതായത് N ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര പ്രതിരോധകങ്ങൾ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് 42 ഓം സഫല പ്രതിരോധം ലഭിക്കുക? നമ്മൾ ഇക്വേഷൻ എഴുതി, ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണല്ലേ, NR. ഇവിടെ എന്താണ് കണ്ടുപിടിക്കുക? NR കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ R നെ ഇതിന്റെ അടിയിലേക്ക് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? N = R effective / R എന്ന് എഴുതാം. മുകളിൽ R effective എത്രയാണ്? 12 ഓം. സഫല പ്രതിരോധം 12 ഓം ഹരിക്കണം 6 ഓം ആണല്ലേ? അപ്പൊ 6 അടിയിൽ എഴുതി. 42 ഹരിക്കണം 6 ചെയ്താൽ കിട്ടും 7 അല്ലെ? 7 ഗുണിക്കണം 6 ആണല്ലോ 42. അപ്പൊ ഉത്തരം 7. എണ്ണമാണല്ലോ, അപ്പൊ യൂണിറ്റ് ഒന്നും വേണ്ട, 7 എന്ന് എടുത്ത് കൊടുത്താൽ മതി. അതായത് 7 പ്രതിരോധകങ്ങൾ. അടുത്തത് നമ്മൾ പറഞ്ഞ സമാന്തര രീതിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ കറന്റ് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. ഓരോ ശാഖയിലൂടെയും ഓരോ കറന്റ് ആയിരിക്കും ഒഴുകുന്നത് എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സർക്യൂട്ടിലെ ആകെ കറന്റ് എന്നത് ശാഖാ സർക്യൂട്ടുകളിലെ കറന്റുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ കണ്ടോ, ഇവിടുന്ന് കറന്റ് വിഭജിച്ചിട്ട് ഒഴുകുന്നു. ഒരേ കറന്റ് ആകണമെന്നില്ല രണ്ടിലും കൂടി ഒഴുകുന്നത്. ഇത് വിഭജിച്ച് ഒഴുകുന്നു. എന്നാൽ ഈ ആകെ കറന്റ് I എന്ന് വെച്ചാൽ അത് ഈ 2 കറന്റുകളുടെയും എണ്ണത്തിന് തുല്യമായിരിക്കും. അതായത് I = I1 + I2 എന്ന് എഴുതാം. ഓക്കെ, ഇനി R എന്നത് സർക്യൂട്ടിലെ സഫല പ്രതിരോധവും V എന്നത് A, B എന്നീ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവുമാണെങ്കിൽ ഓം നിയമം അനുസരിച്ച് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? I = V/R. 2 പ്രതിരോധകങ്ങളിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണല്ലോ. ഇവിടെ കണ്ടോ, ഇതിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസവും ഇവിടെയുള്ള ബാറ്ററിയുടെ തന്നെയാണ്. ഇതിന് ലഭിക്കുന്നതും തുല്യമാണ്. കണ്ടോ, ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുകൊണ്ട് 2 പ്രതിരോധകങ്ങളിൽ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായതിനാൽ നമുക്ക് എന്ത് പറയാം? V/R = V/R1 + V/R2 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, I = I1 + I2 എന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൽ ഈ ഐക്ക് പകരമാണ് ഞാൻ എന്ത് എഴുതിയത്? ഈ V/R എന്ന് എഴുതിയത്. ഈ I1ന് പകരം ഞാൻ എഴുതി V/R1. I2ന് പകരം V/R2 എന്ന് എഴുതി. ഇവിടെ V1 V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, V എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇടതുഭാഗത്ത് ഞാൻ v ഗുണിക്കണം 1/6 എന്ന് എഴുതാം. 1/6 എന്ന് എഴുതാം. ഇവിടെ v കോമൺ ആണല്ലോ, അപ്പൊ v ഞാൻ കോമൺ ആയിട്ട് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 1/r1 പ്ലസ് 1/r2 എന്ന് എഴുതി. ഇനി ഈ v ഞാൻ തൽക്കാലം ഒഴിവാക്കിയാൽ എനിക്ക് എഴുതാം 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 എന്ന് എഴുതാം. ഓക്കെ, ഇത് എനിക്ക് ഗുണിച്ചെഴുതിയാൽ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ? 1 ഗുണിക്കണം r2 പ്ലസ് 1 ഗുണിക്കണം r1 ഡിവൈഡഡ് ബൈ r1 r2 എന്ന്. എന്താണ്? 1/r ഈസ് ഈക്വൽ ടു ഈ 1 ഗുണിക്കണം r2, അതായത് 1 ഗുണിക്കണം r2 എത്രയാണ്? r2 തന്നെയാണ്. അപ്പൊ r2 പ്ലസ് ഈ 1 ഗുണിക്കണം r1 അല്ലെ? 1 ഗുണിക്കണം r1, അപ്പൊ എത്രയാണ്? അത് r1 തന്നെയാണ്. r1 ഡിവൈഡഡ് ബൈ അടിയിലുള്ളത് ഗുണിച്ചെഴുതാം, r1 r2. ഓക്കെ, നമ്മൾ അങ്ങനെ r1 r2 എന്ന് എഴുതി. നമുക്ക് എന്താണ് കിട്ടിയത്? 1/rന്റെ ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 കാണേണ്ട ഇക്വേഷൻ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം? ഇതിനെ തിരിച്ചെഴുതാം. അതായത് 1/r വരെ 6 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെയും തിരിച്ചെഴുതാം. ഈ r1 r2 മുകളിൽ എഴുതണം, r1 പ്ലസ് r2 അടിയിൽ എഴുതണം. അപ്പൊ ഇതാണ് ഏത് രീതിയിൽ? നമ്മുടെ സമാന്തര രീതിയിലുള്ള ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ്? ആ തടസ്സം അല്ലെ പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ 2 പാലങ്ങളുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ പൊളിഞ്ഞൊരു പാലമാണ്, രണ്ടാമത്തെ നല്ലൊരു പാലമാണ്. അപ്പൊ ഈ തടസ്സം ആകെ മൊത്തം കുറവാണല്ലോ, കാരണം ഇതിലെ കൂടെ തന്നെ പോകണമെന്നില്ല. കുറച്ച് ആളുകൾക്ക് ഇതിലെ കൂടി പോയിട്ട് ആ തടസ്സത്തിന് മറികടക്കാം. അപ്പോൾ സഫല പ്രതിരോധം കുറയുന്നു സമാന്തര രീതിയിൽ. നേരത്തെ പറഞ്ഞതുപോലെ 6 ഓം വീതം പ്രതിരോധമുള്ള n പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ച ഇവിടെ സഫല പ്രതിരോധം r ഡിവൈഡഡ് ബൈ n ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് n ഗുണിക്കണം r ആണ്, പക്ഷെ ഇവിടെ r ഡിവൈഡഡ് ബൈ n ആണ്. എവിടെ? സമാന്തര രീതിയിൽ. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം എഴുതി മനസ്സിലാക്കണം. ശ്രേണി രീതി, സമാന്തര രീതി വേറെ മനസ്സിലാക്കി പഠിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 6 ഓം 3 ഓം എന്നീ 2 പ്രതിരോധകങ്ങളും 6 വോൾട്ട് ബാറ്ററിയും തന്നിരിക്കുന്നു. ഇവയെ സമാന്തരമായി ബന്ധിപ്പിക്കുന്നതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ചിത്രം നോക്കിക്കോളൂ. 6 ഓം 3 ഓം എന്നീ 2 പ്രതിരോധകങ്ങൾ സമാന്തരമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതേ സംഭവത്തെ എനിക്ക് ഈ ഒരു രീതിയിലും ചിത്രീകരിക്കാം. ഓക്കെ, ഇവിടെ സെയിം അല്ലേ, സംഭവം പറഞ്ഞിരിക്കുന്ന ഒരേ രീതി തന്നെയാണ്. കണ്ടോ, സമാന്തരമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. സർക്യൂട്ടിലെ സഫല പ്രതിരോധം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, R ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതായത് R1 എത്രയാണ്? 6 ഓം ആണ് അല്ലെ? 6 ഓം ആണ്. R2 3 ആണ്. അപ്പൊ 6 ഗുണിക്കണം 3 ഹരിക്കണം 6 പ്ലസ് 3, അതായത് 6 ഗുണിക്കണം 3 18 ഹരിക്കണം 6 പ്ലസ് 3 9. 18 ഹരിക്കണം 9 എത്രയാണ്? 2 അല്ലെ? 2 9 അല്ലേ 18. അപ്പൊ 2 ഓം എന്ന് കിട്ടി സഫല പ്രതിരോധം. അതായത് കുറയുകയാണല്ലോ ചെയ്തത്. ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറന്റ് എത്രയെന്ന് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്നാമത്തെ പ്രതിരോധത്തിലൂടെയുള്ള, അതായത് ഇതിലൂടെയുള്ള കറന്റ് എത്രയാണെന്ന് നോക്കാം. I1 എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R1. ഓക്കെ, V രണ്ടിന് സെയിം, കാരണം എന്താണ്? സമാന്തര രീതിയാണല്ലോ. അപ്പൊ V ഡിവൈഡ് ബൈ R1. V എത്രയാണ്? 6 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ R1 എത്രയാണ്? ഒന്നാമത്തെ പ്രതിരോധം നമുക്ക് കൊടുത്ത 6 അല്ലേ? അപ്പൊ 6 ഹരിക്കണം 6 എന്ന് വെച്ചാൽ 1 ആംപിയർ. I1 1 ആംപിയർ എന്ന് കിട്ടി. അതേപോലെ I2 എഴുതാം. I2 ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R2. അതായത് R2 എത്രയാണ്? 3 അല്ലേ? അപ്പൊ V ഡിവൈഡ് ബൈ 3, അതായത് 6 ഡിവൈഡ് ബൈ 3. 6 ഹരിക്കണം 3 എത്രയാണ്? 2 ആംപിയർ. അതും കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയോ, ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറന്റ് എപ്രകാരമായിരിക്കും? ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറന്റ് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? ഇനിയോ, 10 ഓം വീതം പ്രതിരോധമുള്ള 5 പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര? നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ? ഈ ഒരു ഇക്വേഷൻ അറിയാലോ. ഈ ഇക്വേഷൻ വെച്ച് എനിക്ക് എഴുതാം. R effective is equal to R divided by N. R 10 ആണ്. 10 ഹരിക്കണം N എത്രയാണ്? 5 പ്രതിരോധങ്ങൾ. 10 ഹരിക്കണം 5 എത്രയാണ്? 2 ഓം. സഫല പ്രതിരോധം 2 ഓം ആണ്. ഇനിയോ, ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ക്രമീകരണത്തിന് സഫല പ്രതിരോധം എത്രയാണെന്ന് കണ്ടെത്തുക. ഇവിടെ കണ്ടോളൂ, സഫല പ്രതിരോധം 6 എന്ന് മാത്രം എടുത്താൽ മതി. R effective എന്ന് എടുക്കണമെന്നില്ല. ഓക്കെ, കാരണം ഇത് ഞാൻ R1 ആയിട്ടും ഇത് R2 ആയിട്ടും ഇത് R3 ആയിട്ടും എടുക്കുന്നു.
അപ്പൊ സഫല പ്രതിരോധം R ഈസ് ഈക്വൽ ടു ഇത് ഒന്നാമത്തെ, ഓക്കെ, പ്ലസ് ശ്രേണി രീതിയിൽ ഇതും ഇത് ആകെയും ശ്രേണി രീതിയിൽ, അതേസമയം ഇവിടെ ഇത് രണ്ടും സമാന്തര രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എനിക്ക് എഴുതാം. ഇത് ആൻഡ് ഇതിന്റെ ആകെ ശ്രേണി രീതിയിലാണല്ലോ. അപ്പൊ R1 പ്ലസ് ഇതിന്റെ ആകെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് സമാന്തര രീതിയിലാണല്ലോ. അപ്പൊ സമാന്തര രീതിയിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇത് R2 ആയിട്ട് എടുത്തു, ഇതോ അടിയിലുള്ളത് R3 ആയിട്ട് എടുത്തു. അപ്പൊ ഇക്വേഷൻ എന്താണ്? R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. ഓക്കെ, R1 എത്രയാണ്? 2 ഓം ആണ്, 2 ഓം. അപ്പൊ ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, R3 ബൈ R2 പ്ലസ് R3 എന്നത് 2 ഗുണിക്കണം 2 ഹരിക്കണം 2 പ്ലസ് 2 ആണ്. അതായത് ഈ 2 പ്ലസ് ഇത് എത്രയാണ്? 2 ഗുണിക്കണം 2 4, 2 പ്ലസ് 2 4. അപ്പൊ 4 ഹരിക്കണം 4 പറഞ്ഞാൽ 1. നമുക്ക് ആകെ കിട്ടും 3 ഓം എന്ന് കിട്ടും. ഓക്കെ, പ്രതിരോധകങ്ങൾ സർക്യൂട്ടിൽ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴും സമാന്തരമായി ഘടിപ്പിക്കുമ്പോഴുമുള്ള വ്യത്യാസങ്ങൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. എന്താണ്? പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ ചിത്രം ഇതാ ഈ ഒരു രീതിയിലാണ്, ഒന്നിന് പിറകിൽ ഒന്നായിട്ട്. ഓക്കെ, സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോഴോ ചിത്രം ഈ ഒരു രീതിയിലാണ്, ഒന്നിന് സമാന്തരമായിട്ട് മറ്റൊന്ന് എന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സഫല പ്രതിരോധം കൂടുന്നു. ശ്രേണി രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിന് പിറകിൽ ഒന്നായിട്ട് ആകുമ്പോൾ അല്ലെ തടസ്സം കൂടുകയാണ് ചെയ്യുന്നത്, സഫല പ്രതിരോധം കൂടുന്നു. പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലാകുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു. ഇവിടെയോ പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിലാകുമ്പോൾ ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യം അല്ലെ? ഈ ഒരു പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറന്റ് തന്നെയാണ് ഇതിലെ കൂടി ഒഴുകുന്നത്, അപ്പൊ തുല്യമായ കറന്റ് ആണ്. ഇവിടെയോ ഓരോ പ്രതിരോധകത്തിലൂടെയും ഉള്ള കറന്റ് വ്യത്യസ്തമാണ്, ഇത് പ്രതിരോധകത്തിന്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ഇവിടെയോ ശ്രേണി രീതിയിൽ ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല, ഇത് പ്രതിരോധകത്തിന്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. നിങ്ങൾ ആദ്യത്തെ ലൈനെങ്കിലും എഴുതണം കേട്ടോ. എന്താണ്? ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കില്ല. ഇവിടെയോ ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. ഇനി ലാസ്റ്റത്തെ എന്താണ്? ഓരോ പ്രതിരോധകത്തിനെയും പ്രത്യേകമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ഓക്കെ, സർക്യൂട്ടിലൂടെയുള്ള കറന്റിനെ കുറയ്ക്കുന്നതാണ് പ്രതിരോധകങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഒരു സർക്യൂട്ടിലൂടെ കറന്റിനെ കുറക്കാനാണ് പ്രതിരോധകങ്ങൾ ഉപയോഗിക്കുന്നത്. വിവിധ സർക്യൂട്ടുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറന്റിനെയോ ആവശ്യാനുസരണം കുറക്കാൻ വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധകങ്ങൾ സംയോജിപ്പിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ ഘടിപ്പിക്കാറുണ്ട്. ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളെല്ലാം പ്രതിരോധകങ്ങൾ അതിലൊക്കെ ഉണ്ട്. ഓക്കെ, ഗാർഹിക സർക്യൂട്ടുകളിൽ ബൾബ്, ഫാൻ തുടങ്ങിയ വൈദ്യുതോപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ് കേട്ടോ. എന്താണ്? ഓരോന്നിനെ നമുക്ക് വേറെ വേറെ നിയന്ത്രിക്കാൻ കഴിയും സമാന്തര രീതിയിൽ. ഓക്കെ, സമാന്തര രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. സമാന്തര രീതിയിൽ വൈദ്യുതോപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സമാന്തര രീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓരോ ഉപകരണത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെയോ ഓരോ ഉപകരണത്തിനും ഒരേ വോൾട്ടേജ് തന്നെ ലഭിക്കുന്നു. ലാസ്റ്റത്തോ ഓരോ ഉപകരണത്തിനും ആവശ്യമായ കറന്റ് ലഭിക്കുന്നു, അതിനാവശ്യമായ കറന്റ് അതത് ഉപകരണങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബ്. എന്താണ്? 3 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ബൾബാണ്. ബൾബ്, പിന്നെ 12 ഓം പ്രതിരോധകം, 9 വോൾട്ട് ബാറ്ററി എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ ബൾബിന്റെ പ്രതിരോധം 6 ഓം ആണെന്നും തന്നിട്ടുണ്ട്. സർക്യൂട്ട് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സർക്യൂട്ടിലാണ് പ്രതിരോധം കൂടുതൽ? ഇവിടെ 2 സർക്യൂട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതിനാണ് പ്രതിരോധം കൂടുതൽ എന്നാ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കണ്ടോളൂ, ഈ സർക്യൂട്ടിൽ ബൾബിന്റെ പ്രതിരോധം 6 ഓമുമായി, പിന്നെ നമ്മുടെ പ്രതിരോധകത്തിന്റെ പ്രതിരോധം 12 ഓമുമായി. അപ്പൊ ഇവിടുത്തെ ആകെ പ്രതിരോധം എത്രയാണ്? ശ്രേണി രീതിയാണല്ലോ, ഒന്നിന് പിറകിൽ ഒന്നായിട്ടാണല്ലോ. അപ്പൊ എത്രയാണ്? രണ്ടും കൂട്ടണം അല്ലെ? 6 + 12 18 ഓം എന്ന് കിട്ടും. 18 ഓം എന്ന് കിട്ടും. രണ്ടാമത്തേതിൽ ആകെ ബൾബ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ പ്രതിരോധം എത്രയാണ്? ഒന്ന് മാത്രമല്ലേ ഉള്ളൂ.
6 ഓം എന്ന് കിട്ടും. അപ്പൊ ഏത് സർക്യൂട്ടിനാണ് പ്രതിരോധം കൂടുതൽ? ഒന്നാമത്തെ സർക്യൂട്ടിന്. സർക്യൂട്ട് എ അല്ലെങ്കിൽ ഒന്നാമത്തെ സർക്യൂട്ടിനാണ് പ്രതിരോധം കൂടുതൽ. ഏത് സർക്യൂട്ടിലാണ് ബൾബിന്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നത്? ഒന്നാമത്തെ സർക്യൂട്ടിൽ കണ്ടോ, I ഈസ് ഈക്വൽ ടു, ഇതിൽ ആകെ കറന്റ് എത്രയാണെന്ന് നോക്കാം. I ഈസ് ഈക്വൽ ടു V ബൈ R, ഓം നിയമം നമുക്കറിയാം അല്ലെ. V എത്രയാണ്? 9 വോൾട്ട് ഡിവൈഡഡ് ബൈ R എത്രയാണ്? സഫല പ്രതിരോധം നമുക്ക് കണ്ടുപിടിച്ചു 18 ആണ്. അപ്പൊ 9 ഹരിക്കണം 18 എന്ന് വെച്ചാൽ എത്രയാണ്? 0.5 0.5 ആംപിയർ എന്ന് കിട്ടും 9 ഹരിക്കണം 18 ചെയ്താൽ. ഇനി നമുക്ക് എന്താ കിട്ടി? I കിട്ടി, കറന്റ് കിട്ടി. എന്നിട്ട് നമുക്ക് ഈ ബൾബിന് അക്രോസ്, ബൾബിന് എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നുണ്ട് നോക്കാം. അപ്പൊ ഇവിടെ കിട്ടുന്നത് ഇതിന്റെ പ്രതിരോധം 6 എന്ന് വെച്ചാൽ R1 ആയിട്ട് എടുത്തു. പിന്നെ കറന്റ് എത്രയാണ്? കറന്റ് എല്ലാത്തിലും ഒഴുകുന്ന കറന്റ് തുല്യമായിരിക്കും അല്ലെ, I തന്നെയായിരിക്കും, I ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം V1 ആയിട്ട് എടുക്കാം. ഈ V1 എങ്ങനെ കണക്കാക്കാം? V1 ഈസ് ഈക്വൽ ടു I ഗുണിക്കണം R1. I എത്രയാണ് കണ്ടുപിടിച്ചു? 0.5 ഗുണിക്കണം R1 എത്രയാണ്? ബൾബിന്റെ പ്രതിരോധം 6. അപ്പൊ നമുക്ക് എന്താണ്? 0.5 ഗുണിക്കണം 6 ചെയ്താൽ 3 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഏത് സർക്യൂട്ടിലാണ് ബൾബിന്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നത്? ഒന്നാമത്തെ സർക്യൂട്ടിൽ. ഈ രണ്ടാമത്തെ സർക്യൂട്ടിൽ പ്രതിരോധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഡയറക്റ്റ് 9 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെയാണ് ബൾബിന് കിട്ടുന്നത്. 3 വോൾട്ട് അല്ല, 9 വോൾട്ട് വ്യത്യാസം തന്നെ കിട്ടും സ്വിച്ച് ഓൺ ചെയ്താൽ. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്താൽ രണ്ടാമത്തെ സർക്യൂട്ടിലെ ബൾബിന് എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ സർക്യൂട്ടിലെ ബൾബ് കേടാവും. കാരണം എന്താണ്? ഇതിന് 3 വോൾട്ട് മാത്രമേ പൊട്ടൻഷ്യൽ വ്യത്യാസം ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് 9 വോൾട്ട് തന്നെ അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുമ്പോൾ ആ ബൾബ് കേടാവുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബൾബിന് ആവശ്യമായതിലധികം പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നതിനാൽ കറന്റ് വർദ്ധിക്കുകയും ആ ബൾബ് കേടാവുകയും ചെയ്യും. സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നിരീക്ഷിച്ച സർക്യൂട്ടിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ചിത്രം, ഈ പാഠത്തിന്റെ തുടക്കത്തിലുള്ള ചിത്രം, ആ സർക്യൂട്ടിൽ LED-യോടൊപ്പം ബന്ധിപ്പിച്ച ഘടകം പ്രതിരോധകമാണെന്നും ഇത് എന്തിനാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയെന്നും മനസ്സിലായല്ലോ അല്ലെ. ആ ബൾബിന് ആവശ്യമായ കറന്റ് അതിലേക്കൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട്. ആവശ്യമായ കറന്റ് മാത്രം മതിയല്ലോ, അല്ലെങ്കിൽ ബൾബ് കേടാവുമല്ലോ. അതാണ്. ബാറ്ററി, സെല്ല് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതാണ് പറയുന്നത്, ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരേ ദിശയിൽ മാത്രമാണ് ഒഴുകുന്നത്, പ്രവഹിക്കുന്നത്. അതിന് നമുക്ക് ഡയറക്റ്റ് കറന്റ് എന്ന് പറയാം. എന്താണ്? ഒരേ ദിശയിൽ ഒഴുകുന്നു. എന്നാൽ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെ. എന്താണ്? DC, ഡയറക്റ്റ് കറന്റ്. ഒരേ ദിശയിൽ ഒഴുകുന്ന കറന്റിനെ എനിക്ക് പറയാം DC എന്ന് പറയാം, DC, ഡയറക്റ്റ് കറന്റ്. അതേസമയം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ആ വൈദ്യുതി ഉണ്ടല്ലോ, ആ ദിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, AC വൈദ്യുതിയാണ്, AC ആണ്, ആൾട്ടർനേറ്റിംഗ് കറന്റ് AC ആണ്. കൂടാതെ ഉയർന്ന വോൾട്ടേജിലുള്ള 230 വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ്. എന്താണ്? ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് വീടുകളിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച പരീക്ഷണങ്ങളും സർക്യൂട്ടുകളും വീടുകളിലുള്ള വൈദ്യുതിയുമായി ബന്ധിപ്പിച്ച് ചെയ്യരുത്. എന്താണ്? ഇതൊരു AC കറന്റ് ആണ്, ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? ഉയർന്ന വോൾട്ടേജിലുള്ള കറന്റ് ആണ്, 230 വോൾട്ടേജ് ആണ്. നമ്മൾ പറഞ്ഞത് എത്രയാണ്? 3 വോൾട്ട് ബാറ്ററി, 10 വോൾട്ട്, 15 വോൾട്ട്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ 230 വോൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം വൈദ്യുതിയുമായി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീടുകളിലുള്ള കറന്റിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയുമാണ് ഇനി നമുക്ക് വിലയിരുത്താൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.